ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രാക്ഷൻ ബിക്കം 9/11 if 2 is added to both numerator and the denominator. If 3 is added to both the numerator and the denominator, it becomes 5/6. Find the fraction. ആദ്യമേ തന്നെ let the fraction be x by y. From x numerator, x be the numerator and y be the denominator. ക്വസ്റ്റിനകത്ത് പറയുന്ന ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എ ഫ്രാക്ഷൻ ബിക്കംസ് 9/11 ഇഫ് 2 ഈസ് ആഡഡ് ടു ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. ആദ്യമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഈ x/y എന്ന് പറയുന്ന ഫ്രാക്ഷനിലേക്ക് 9/2 ആഡ് ചെയ്യുമ്പം ആ ഫ്രാക്ഷൻ 9/11 ആയി മാറും. അപ്പം x plus 2 when 2 is added to the numerator and the denominator, x plus 2 by y plus 2, the fraction becomes 9/11. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു ലീനിയർ ഇക്വേഷൻ ആക്കണം. അപ്പോൾ അതിനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11 into x plus 2 equals to 9 into y plus 2. 11 into x plus 2, 9 into y plus 2. Now opening the bracket, അത് 11x ആകും. 11 into 2 22 equals to 9y plus 9 into 2 18. ഇനി നമ്മൾ 9y ഈ സൈഡ് 11x ഉള്ള സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 11x minus 9y equals to 18. 22നെ 18 ഉള്ള സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പം സൈൻ ചേഞ്ച് ആവും. പ്ലസ് 22 മൈനസ് 22 ആവും. 11x മൈനസ് 9y ഈക്വൽസ് ടു ഇതിനെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് -4 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് കേസ് പറയുന്നത് if 3 is added to both the numerator and the denominator, it becomes 5/6. ഈ x/yയിലേക്ക് ആ ന്യൂമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും 3 ആഡ് ചെയ്യുമ്പം x plus 3 y plus 3, the fraction becomes 5/6. ഇനി ഫസ്റ്റ് ചെയ്ത സെയിം സംഭവങ്ങൾ തന്നെ സെക്കൻഡിലും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 into x plus 3 equals to 5 into y plus 3. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം 6x plus 6 into 3 18, which is equals to 5y plus 15. ആദ്യമേ ചെയ്ത പോലെ തന്നെ വേരിയബിൾസ് ഉള്ളതിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 6x minus 5y equals to 15 minus 18. 6x minus 5y equals to ഇതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് -3 കിട്ടും. ഇനി നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അതിനായി ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എലിമിനേഷനാണ്. അതാകുമ്പോൾ നമുക്ക് ഈസിയറായിട്ട് മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് തന്നെ ഇവിടെ നോക്കുക, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ. ഇവിടെ സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 6 കൊണ്ട് ഇതിനെ 6 കൊണ്ടും ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് 66 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 6
അങ്ങനെ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 66, അതായത് 6 ഇൻറ്റു 11. അപ്പോൾ 66x മൈനസ് ഇനി 6 ഇൻറ്റു 9, അപ്പോൾ 54y മൈനസ് 54y ഈക്വൽസ് ടു മൈനസ് 4 ഇൻറ്റു 6 മൈനസ് 24. ഇനി അടുത്ത സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 11. അപ്പോൾ നമുക്ക് കിട്ടും 11 ഇൻറ്റു 6 66x മൈനസ് 55y ഈക്വൽസ് ടു മൈനസ് 33. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇത് രണ്ടും എലിമിനേറ്റ് ആയി പോവും. ഇവിടെ മൈനസ് പ്ലസ് ആകും. അങ്ങനെ ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും, y കിട്ടും, മൈനസ് y എന്ന് കിട്ടും. ഇനി ഇവിടെയും സെയിം മൈനസ് ചെയ്യുമ്പം 33 മൈനസ് പ്ലസ് 24 മൈനസ് ചെയ്യും. അപ്പം നമുക്ക് മൈനസ് 9 എന്ന് കിട്ടും. y ഈക്വൽസ് ടു 9, അതായത് ഇത് രണ്ടും ക്യാൻസൽ ആകും. അപ്പോൾ y ഈക്വൽസ് ടു 9. ഇനി നമുക്ക് ഈ y ഈക്വൽസ് ടു 9നെ ഫസ്റ്റോ സെക്കൻഡോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഞാനിപ്പോൾ അതിനെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം 6x മൈനസ് 5 ഇൻറ്റു 9 ഈക്വൽസ് ടു മൈനസ് 3. 6x മൈനസ് 45 ഈക്വൽസ് ടു മൈനസ് 3. 6x ഈക്വൽസ് ടു മൈനസ് 3 മൈനസ് 45 അടുത്ത സൈഡിലേക്ക് മാറുമ്പം പ്ലസ് 45 ആകും. ഇനി എക്സ് ഈക്വൽസ് ടു ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. ബൈ 6 ഈക്വൽസ് ടു ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പം 7 എന്ന് കിട്ടും. അപ്പം എക്സ് ഈക്വൽസ് ടു 7. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്താ, ന്യൂമിനേറ്റർ ആണ്. y എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അപ്പം ഫ്രാക്ഷൻ എന്തുവാണ്? ഫ്രാക്ഷൻ ബി 7/y വിച്ച് ഈസ് ഈക്വൽസ് ടു y അല്ല കേട്ടോ, 7/9 വിച്ച് ഈസ് ഈക്വൽസ് ടു xy. ഓക്കെ.